തൃപ്പയാറിൽ പ്രധാനമന്ത്രി എത്തി ദർശനം നടത്തി മടങ്ങിയ തൃപ്പയാറിൽ പ്രത്യേക പൂജകളും നിറമാല ഭജന അമൃത ഭോജനം തുടങ്ങിയവ നടക്കും. നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് രാവിലെ മുതൽ എത്തുന്ന വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, തൃപ്പയാർ അത് പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി ഏറെ പ്രശസ്തമായ ക്ഷേത്രമാണ്. എന്നാൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തോടുകൂടി ഏറെ ചർച്ചയായ ക്ഷേത്രമാണ്. പ്രധാനമന്ത്രി ദർശനം നടത്തി തൃപ്പയാറിൽ ശ്രീരാമൻ്റെ അനുഗ്രഹം വാങ്ങിയാണ് അയോധ്യയിലേക്ക് അദ്ദേഹം പുറപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഇന്നത്തെ ദിവസം എത്താൻ ആളുകളൊക്കെ ശ്രമിക്കും. എങ്ങനെയുണ്ട് ക്ഷേത്രത്തിലെ തിരക്കൊപ്പം അവിടെ എന്തൊക്കെയാണ് പ്രത്യേക ചടങ്ങുകൾ, ആഘോഷങ്ങളൊക്കെ ഏത് രീതിയിലാണ് തൃപ്പയാർ നടക്കുന്നത്? തീർച്ചയായും ഉമേഷ്, പ്രധാനമന്ത്രി ഈ ശ്രീരാമനെ വണങ്ങുവാൻ വേണ്ടിയാണ് ഗുരുവായൂരിലെത്തിയതിനു ശേഷം ഇങ്ങോട്ട് തൃപ്പയാറിലേക്ക് എത്തിയത്. അതിനുശേഷമാണ് അദ്ദേഹം തിരിച്ച് മടങ്ങിയിട്ടുള്ളത്. എന്തായാലും ഈ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നിരവധി ഭക്തജനങ്ങളാണ് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീരാമനെ ഒന്ന് ദർശിക്കുവാൻ വേണ്ടി രാവിലെ തന്നെ ഇതിൻ്റെ പൂജ കാര്യങ്ങളൊക്കെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് ദേവന് പ്രത്യേക പൂജയും അതുപോലെ തന്നെ പ്രത്യേക നിവേദ്യവും നൽകും. അതോടൊപ്പം തന്നെ നിറമാല, മറ്റ് അമൃതഭോജനം, അതുപോലെ ഇവിടെയുള്ള ഭക്തജനങ്ങൾക്കായി ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് തത്സമയം കാണുന്നതിലേക്കായി ഇവിടെ മറ്റ് സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഭക്തജനങ്ങളൊക്കെ തന്നെ ക്ഷേത്രത്തിലേക്ക് രാവിലെ എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം ശ്രീരാമ ക്ഷേത്രമാണ്. അതോടൊപ്പം തന്നെ ആറാട്ടുപുഴ പൂരത്തിനും നെടുനായകത്വം വഹിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഈ ഇന്ന് പ്രാണപ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട് നിരവധി ഭക്തജനങ്ങളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയും വന്നുപോയതിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് തൃപ്പയാർ ക്ഷേത്രം. ഇന്ന് മറ്റ് സജ്ജീകരണങ്ങൾ, അതായത് പ്രാണപ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്? തൃപ്പയാർ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ഭാഗമായിട്ട് ഭഗവാന് പ്രത്യേക പൂജകളും നിവേദ്യങ്ങളും ഉണ്ടായിരിക്കും. വൈകിട്ട് പ്രത്യേക നിറമാല നടത്തുന്നുണ്ട്. ഇതുകൂടാതെ ലക്ഷദ്വീപം തെളിയിക്കുന്നതായിരിക്കും വൈകുന്നേരം. പ്രാണപ്രതിഷ്ഠാ സമയത്ത് ക്ഷേത്രത്തിൻ്റെ പുറത്ത് പ്രത്യേകമായിട്ട് അലങ്കരിച്ചതായ വേദിയിൽ സഹസ്രനാമ അർച്ചന, അതുപോലെ തന്നെ നാമജപം, അതുപോലെ ഭഗവാനെ ആ തത്സമയം കാണുന്നതിന്, പ്രതിഷ്ഠ കാണുന്നതിനായിട്ടുള്ള ഒരു TV വലുതായിട്ട് സെറ്റ് ചെയ്തിട്ട് അതുകൊണ്ട് എല്ലാവർക്കും കാണുന്ന രീതിയിൽ, പ്രാണപ്രതിഷ്ഠ കാണുന്ന രീതിയിലുള്ള ഒരു സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം എല്ലാവർക്കും അന്നദാനം നടക്കലും ഉണ്ടായിരിക്കും. ആ പ്രസാദ ഊട്ടും ഇന്നത്തെ ഈ പ്രാണപ്രതിഷ്ഠയോട് ബന്ധപ്പെട്ടുള്ള പ്രവൃത്തിയായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പ്രധാനമന്ത്രി തന്നെ മൻ കി ബാത്തിലൊക്കെ പരാമർശിച്ച ഒരു ക്ഷേത്രം കൂടിയാണ്. അതിനുശേഷം അദ്ദേഹം ദർശനം നടത്തുകയുണ്ടായി. ആ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളെന്നും അതുപോലെ പൂരത്തിൻ്റെ ഭാരവാഹികൾക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? തൃപ്പയാർ ക്ഷേത്രം ഇന്ന് ഭാരതത്തിലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് കർക്കിടക മാസത്തിൽ നടക്കുന്ന നാലമ്പല തീർത്ഥയാത്ര. ഈ ഭഗവാന്റെ പ്രതിഷ്ഠ പണ്ട് ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ വെച്ച് പൂജിച്ചിരുന്ന വിഗ്രഹമാണ് എന്നാണ് പറയുന്നത്. അത് ഇവിടെ 4 സ്ഥലത്തുമായിട്ട് ഈ 4 വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയും മൂഴിക്കുളം, തൃപ്പയാർ, അതുപോലെ ഭരതൻ്റെ ഇരിങ്ങാലക്കുട, പായമൽ ഈ ക്ഷേത്രങ്ങളിലാണ് 4 ജ്യേഷ്ഠാനുജന്മാരുടെ പ്രതിഷ്ഠ നടക്കുന്നത്. ഒരു ദിവസം തന്നെ ഈ 4 സ്ഥലത്തും തൊഴുന്നത് വളരെ പുണ്യമായിട്ട് ഇത് കണക്കാക്കപ്പെടുന്നു. ഈ പരാമർശം കൂടിയും നമ്മളുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ സ്ഥിതിക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ആ പ്രാധാന്യം ദേശവ്യാപകമായിട്ട് അന്തർദേശീയ തലത്തിൽ തന്നെ വരാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നാലമ്പല ദർശനത്തിൻ്റെ ആദ്യ ക്ഷേത്രം കൂടിയാണ് ഈ തൃപ്പയാർ ക്ഷേത്രം. അതോടൊപ്പം തന്നെ ഇന്ന് പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോഴും ഇവിടെ ഭക്തജനങ്ങൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വിവിധ ചടങ്ങുകളോട് കൂടി തന്നെ ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളിലായാലും രാമമന്ത്രം മുഴങ്ങിക്കൊണ്ട് തന്നെയാണ് രാവിലെ ആരംഭം കുറിച്ചിരിക്കുന്നത്. രാവിലെ എത്തി. ഇന്ന് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ കൂടിയാണ്. അപ്പോൾ ശ്രീരാമനെ ദർശിക്കാൻ വേണ്ടി എത്തുമ്പോൾ ഈ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ഇത്തരത്തിൽ അയോധ്യയിൽ ഇങ്ങനെ ഒരു ചടങ്ങ്. ആ ഒരു വലിയൊരു കാത്തിരിപ്പ് തന്നെയായിരുന്നു. അതെ, നല്ല പ്രതീക്ഷയോടുകൂടിയിട്ടുള്ള കാത്തിരിപ്പ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാവിലെ ഇന്ന് ശ്രീരാമനെ ദർശിക്കുന്നത്. അതെ, ഭയങ്കര സന്തോഷമുണ്ട് പ്രാണപ്രതിഷ്ഠ നടക്കുന്നതിൽ. മര്യാദ പുരുഷോത്തമനായിട്ടുള്ള രാമൻ്റെ അയോധ്യയിലെ ഇന്ന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠ ഏവർക്കും, ലോകത്തുള്ള എല്ലാവർക്കും, അതിനകത്ത് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഒരു അഭിമാന മുഹൂർത്തമാണ്. ഞങ്ങൾ ബോംബെയിൽ നിന്ന് എത്തിയതാണ്. ഇവിടെ വേറെ ഒരു ആവശ്യത്തിന് വന്നാലും തൃപ്പയാറിൽ നമ്മുടെ പ്രധാനമന്ത്രി എത്തിയതുകൊണ്ടും അതിൻ്റെ മഹത്വം അറിയാവുന്നതുകൊണ്ടും പിന്നെ ഞങ്ങൾ എറണാകുളത്തുനിന്ന് ഇവിടെ വരികയായിരുന്നു. എന്തായാലും ഈ ഒരു നിമിഷം എല്ലാവർക്കും അഭിനന്ദിക്കാവുന്നതും ആയിരിക്കും. ഭാരതത്തിൻ്റെ യശസ്സും കീർത്തിയും മുന്നോട്ടുണ്ടാവാൻ ഇന്നത്തെ ഈ പ്രതിഷ്ഠയോടുകൂടി കഴിയുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തിലാണ്.
തീർച്ചയായും വളരെ വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അയോധ്യയിൽ നിന്ന് പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ്. ആ ദിവസം തന്നെ ഇന്ന് ശ്രീരാമനെ ദർശിക്കുവാൻ വേണ്ടി ബോംബെയിൽ നിന്നടക്കം എറണാകുളത്ത് നിന്നും ഇവിടേക്ക് എത്തിയവരുണ്ട്. തീർച്ചയായും പ്രധാനമന്ത്രിയുടെ ഒരു സന്ദർശനം കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടേക്ക് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. ശ്രീരാമനെ തന്നെ കേരളത്തിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം ഈ തൃപ്രയാർ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലെ പ്രധാനമന്ത്രിയുടെ ദർശനം വലിയ തരത്തിലാണ് ഭക്തജനങ്ങളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആത്മവിശ്വാസം, ഒരു സന്തോഷകരമായ നിമിഷങ്ങളാണ് ഇന്ന് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളും പങ്കുവയ്ക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് അയോധ്യയിൽ രാമലല്ലയുടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയം കേരളത്തിലെ ക്ഷേത്രങ്ങളും രാമമന്ത്രങ്ങളാൽ മുഖരിതം തന്നെയാണ്. രാവിലെ മുതൽ തന്നെ വിവിധ ക്ഷേത്രങ്ങളിൽ, അതായത് തൃശ്ശൂർ നഗരത്തിൽ തന്നെ നൂറുകണക്കിന് ക്ഷേത്രങ്ങളിലാണ് ഇത്തരത്തിൽ പ്രത്യേക പൂജയും അതോടൊപ്പം തന്നെ അതിനോട് അനുബന്ധിച്ചുള്ള മറ്റ് ചടങ്ങുകളും സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് തത്സമയം കാണുവാനുള്ള സജ്ജീകരണങ്ങളും വിവിധയിടങ്ങളിലായി ഒരുക്കുന്നുണ്ട്. രാമായണ പാരായണവും ഭക്തജനങ്ങൾക്കായുള്ള അന്നദാനവും ഒക്കെ പ്രത്യേകം സജ്ജീകരിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു ആഘോഷ ലഹരിയിൽ തന്നെയാണ് കേരളത്തിലെ ജനങ്ങളും. അവരൊക്കെ തന്നെ ഇപ്പോൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്, വർഷങ്ങളായുള്ള ഭാരതത്തിൻ്റെ യശസ് ഉയർത്തുന്ന തരത്തിലാണ് ഇത്തരത്തിൽ അയോധ്യയിൽ ഈ ഒരു പ്രാണപ്രതിഷ്ഠ നടക്കുന്നത്. അതിൻ്റെയൊക്കെ സന്തോഷത്തിൽ തന്നെയാണ് എല്ലാ ഭക്തജനങ്ങളും. രാമമന്ത്രം എല്ലായിടത്തും മുഴങ്ങുകയാണ്, രാമായണ പാരായണവും എല്ലായിടത്തും നടക്കുകയാണ്. ഇനിയും മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അതിനു വേണ്ടിയിട്ടുള്ള അവസാനഘട്ട കാത്തിരിപ്പിലാണ്. നേരത്തെ തന്നെ വ്യക്തമാക്കിയതുപോലെ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പാകുമ്പോൾ അതോടുകൂടി തന്നെ മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ കർസേവകർക്കും അന്ന് ഈ രാമദൗത്യത്തിനായി അയോധ്യയിലേക്ക് പോയ കർസേവകർക്കടക്കം ആദരവ് അർപ്പിക്കുന്ന ചടങ്ങുകൾ കൂടിയുണ്ട്. അതൊക്കെ വിവിധ ക്ഷേത്രങ്ങളിലായി അവിടെയുള്ള കർസേവകരെയൊക്കെ ഒത്തുചേർത്തുകൊണ്ട് നടത്തി വരികയാണ്. ഇന്ന് തൃപ്രയാർ ക്ഷേത്രത്തിലും നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ചടങ്ങുകൾ, അതായത് നിറമാലയും ചുറ്റുവിളക്കും മറ്റ് അമൃതഭോജനവും ഒക്കെയായി വളരെ ആഘോഷ ലഹരിയിൽ തന്നെയാണ് ഉമേഷ്.